നമ്മൾ വേറെ സ്ട്രിപ്പ് വാങ്ങി നമ്മൾ നോക്കിയപ്പോൾ സെക്കൻഡ് ലൈൻ കറക്റ്റ് തെളിഞ്ഞു കണ്ടു. ഭയങ്കര ഹാപ്പിയായി. കാരണം എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, എന്തൊക്കെയോ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുമോ, എന്തൊക്കെയോ ആയിരുന്നു. നമുക്ക് എന്തായാലും ഇടയ്ക്ക് നെഗറ്റീവ് ചിന്താഗതികളൊക്കെ വരുമല്ലോ. ഇതും പിന്നെയുള്ള ഒരു 3 മാസം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ വാസം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ 9 മണി ആയപ്പോൾ അമ്മ കുഞ്ഞിനെയും കൊണ്ട് വരുന്നത് ഒരു ഓറഞ്ച് ഷാളിൽ ഇങ്ങനെ ഇറങ്ങി. NICയിലാണ് ഉണ്ടായത് കുറേ സമയം. ബാക്കി പിന്നെ അവരാടുന്ന പൊടി കൊടുത്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. ഹലോ, എല്ലാവർക്കും കലാ വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കല്ലൂസിന് നമുക്ക് കിട്ടിയ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് എൻ്റെ പ്രഗ്നൻസി, ഡെലിവറി, കല്ലൂസിൻ്റെ ഇപ്പോൾ 2 വയസ്സ് വരെയുള്ള ആ ഒരു ജേർണി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഈ മാസം 26-ന് അവളുടെ 2nd ബർത്ത്ഡേ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അവൾക്ക് കൊടുക്കുന്ന വലിയൊരു ഗിഫ്റ്റ് ആയിരിക്കും ഈ വീഡിയോ എന്ന് പറയുന്നത്. അത് ഇപ്പോൾ അല്ല, കാരണം ഇപ്പോൾ അവൾക്കൊന്നും മനസ്സിലാവാനായിട്ടില്ല. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞ് അവൾ എന്തായാലും ഈ ചാനൽ എടുത്ത് നോക്കുമ്പോൾ അവൾക്ക് എനിക്കും ഇപ്പോൾ ഞാൻ എങ്ങനെയായിരുന്നു, എന്നെ അമ്മ ഡെലിവറി ആയിരുന്ന സമയത്ത്, പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു, ഡെലിവറി എങ്ങനെയായിരുന്നു, ആഫ്റ്റർ ഡെലിവറി എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയില്ല. കാരണം ആ സമയത്ത് ഇതൊന്നും ഇല്ലല്ലോ. ഫോട്ടോസ് പോലും കുറച്ച് ഉണ്ടാവും. പക്ഷേ അവൾ കുറച്ചും കൂടി ആകുമ്പോൾ അവളെ എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്, ആ ഒരു സ്റ്റോറി ആരെക്കാളും കൂടുതൽ അറിയേണ്ടത് അവൾ തന്നെയല്ലേ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോനെ കാണുന്നത്. ഇപ്പോൾ അവൾക്കൊന്നും മനസ്സിലാവാറായില്ലെങ്കിലും പിന്നീട് അവളെടുത്ത് നോക്കുമ്പോൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ കുറേ പേര് എന്നോട് പറയാറുണ്ട്, അതായത് യൂട്യൂബിൽ വീഡിയോ ഇടുന്നതുകൊണ്ട് ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ അവളുടെ വീഡിയോസ്, ഫോട്ടോസൊക്കെ നമുക്ക് എന്തെന്നാലും നമ്മൾ ഫോണിൽ എടുത്ത് വെച്ച വീഡിയോ എന്ന് പറഞ്ഞാലും കുറേ നാൾ കഴിയുമ്പോൾ അത് മിസ്സായി പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇതുപോലെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ ഇടുന്നത് കൊണ്ട് ഭാവിയിൽ നമുക്ക് അവളുടെ ഓരോ വളർച്ചയുടെ ഓരോ ഘട്ടവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഞാൻ തന്നെ അവൾ ജനിച്ചാടുള്ള ഫസ്റ്റ് വീഡിയോ എടുത്ത് നോക്കി, പിന്നെ ഇന്നലെ എടുത്ത വീഡിയോസ് നോക്കുമ്പോൾ അവളുടെ ആ ഒരു വ്യത്യാസം നമുക്ക് അതിൽ നിന്ന് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ അവൾക്കും കൂടി വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. അവൾക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അധികം ഒന്നും സംസാരിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ കല്യാണം കഴിഞ്ഞ് 1 വർഷം ആവുന്ന ആ ടൈം ആകുമ്പോഴായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. നമ്മളങ്ങനെ പ്ലാൻ ചെയ്ത പ്രഗ്നൻസി ഒന്നും ആയിരുന്നില്ല. പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ ആ ഒരു സ്റ്റോറി വേണമെങ്കിൽ പറയണമെങ്കിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ നമ്മുടെ പീരീഡ്സ് സ്റ്റോപ്പായ ടൈമിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ചെക്ക് ചെയ്യാനും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഏച്ചി പറഞ്ഞു, നിങ്ങളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്ക്, നമുക്ക് നോക്കാമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയതാണ്. ഒരു ദിവസം രാത്രിയാണ് ഞാനും ഏട്ടനും കൂടി ഇരുന്നിട്ടാണ് നോക്കിയത്. ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് പ്രഗ്നൻസി റിവീലിംഗ് ഒക്കെ കാണുന്നുണ്ടല്ലോ ഹസ്ബൻഡിനോട്. അപ്പം സർപ്രൈസ് ആയിട്ട് റിവീൽ ചെയ്യുക, അവരുടെ റിയാക്ഷൻ എടുക്കുക. പക്ഷെ ഞാൻ അല്ലല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഈ ഒരു സംശയം തീർക്കാനായിട്ട് ചെയ്യാന്നുള്ളത് കൊണ്ട് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചിരുന്നായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ സ്ട്രിപ്പിൽ ഒരു ലൈൻ മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയാൽ ഒരു ലൈൻ കണ്ടു. ഓക്കെ, അല്ലല്ലോ. നമ്മളങ്ങനെ ഫസ്റ്റ് തന്നെ നെഗറ്റീവ് കാണിച്ചപ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, ഫസ്റ്റ് ഞാൻ നോക്കുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നോക്കാതിരുന്നത്. കാരണം അല്ലല്ലോ, പിന്നെ എന്തിനാ ഇപ്പോൾ വെറുതെ നോക്കിയിട്ട് നെഗറ്റീവ് കാണുന്നതെന്നുള്ളത്. പക്ഷേ നോക്കി ഒരു ലൈൻ കണ്ടപ്പോൾ ഓക്കെ, കുഴപ്പമില്ല. വിഷമമുണ്ടായിരുന്നു നമുക്ക് രണ്ടുപേർക്കും, എന്നാലും സാരമില്ല, 1 ഇയർ ആവുന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ നിന്നു. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ടൈം എടുക്കുമായിരുന്നു സെക്കൻഡ് ലൈൻ നമുക്ക് വൃത്തി കാണാനായിട്ട്. അതെനിക്കറിയില്ല, ഏട്ടനും അത് അറിയുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ആ സ്ട്രിപ്പ് അതുപോലെ അവിടെ ഞാൻ കളഞ്ഞൊന്നുമില്ല, ഷെൽഫിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ഞാൻ നമ്മുടെ പറഞ്ഞ ഏച്ചിയോട് പറഞ്ഞപ്പോൾ ഏച്ചിയാണ് പറഞ്ഞത്, സെക്കൻഡ് ലൈൻ കുറച്ച് ടൈം എടുക്കും വരാനായിട്ട്, അപ്പം നിങ്ങളൊന്ന് നോക്കിക്കോ, ഒന്നും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. അങ്ങനെ എനിക്ക് പിന്നെ ക്യൂരിയോസിറ്റി ആയി, ഞാൻ നോക്കാൻ. പിന്നെ വീട്ടിലെത്തിയിട്ട് ഞാൻ സ്ട്രിപ്പ് നോക്കുമ്പോൾ ആ സ്ട്രിപ്പ് ഞാൻ നോക്കിയില്ല. രണ്ടാമത് ഞാൻ ആ സ്ട്രിപ്പ് നോക്കിയില്ല, അത് നെഗറ്റീവ് നിലയിൽ അവിടെ വെച്ചു. പിന്നെ രണ്ടാമത് നമ്മൾ വേറെ സ്ട്രിപ്പ് വാങ്ങി നമ്മൾ നോക്കിയപ്പോൾ സെക്കൻഡ് ലൈൻ കറക്റ്റ് തെളിഞ്ഞു കണ്ടു. ഭയങ്കര ഹാപ്പിയായി. കാരണം അത് തലേന്ന് പിറ്റേന്ന് 1 ദിവസത്തെ ഗ്യാപ്പിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാൻ വെച്ചാൽ അതെങ്ങനെയാണ് അവനെ നെഗറ്റീവ് കാണിച്ചത്. എന്നിട്ട് ഒന്നുകൂടി ഷെൽഫ് തുറന്നിട്ട് സ്ട്രിപ്പ് നോക്കിയപ്പോൾ ആ സെക്കൻഡ് ലൈൻ ചെറിയ നേർന്ന ലൈനായിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളതങ്ങനെ അറിയുന്നില്ലല്ലോ, അത് ഇതുപോലെ കട്ടിയിൽ കാണിക്കൂല എന്നുള്ളത് അറിയുന്നുണ്ടായിരുന്നില്ല. അതങ്ങനെ പറ്റിയതാണ്. അപ്പം പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞത് ഇങ്ങനെയാണ്. അങ്ങനെ ഹസ്ബൻഡിനോട് റിവീൽ ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഒരുമിച്ചായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. ഏട്ടനും ഹാപ്പി, ഞാനും ഹാപ്പി. ഏട്ടൻ്റെ വീട്ടിൽ നിന്നായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഏട്ടൻ്റെ അമ്മേനോടും ഏച്ചിനോടൊക്കെ പറഞ്ഞു, അവരൊക്കെ ഹാപ്പിയായി. എൻ്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു, ഇവിടെ ഹാപ്പിയായി. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും ഹോസ്പിറ്റലിൽ പോയി കൺഫേം ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത്. പിന്നെ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഹാർഡ് 7-ാം മാസത്തിൻ്റെ അടുത്ത് എത്താനാകുമ്പോൾ തന്നെ ഞാൻ
ജോലി മതിയാക്കി. വീട്ടിൽ വരാനൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും എനിക്ക് വയറുവേദന ഒക്കെ ചെറുങ്ങനെ ഉള്ളതുകൊണ്ട് അപ്പം തന്നെ സ്കാൻ ചെയ്തു. സ്കാനിങ്ങിൽ കൺഫേം ചെയ്തു. പക്ഷേ ഹാർട്ട് ബീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഹാർട്ട് ബീറ്റ് കിട്ടാൻ ഒരു 4-5 ദിവസത്തെ ഗ്യാപ്പ് എന്നും ഉണ്ടായിരുന്നു. അങ്ങനെ 4-5 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പോയി. അങ്ങനെ നമ്മൾ ഹാർട്ട് ബീറ്റ്, എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തൊക്കെയോ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുമോ, എന്തൊക്കെയോ ആയിരുന്നു. നമുക്ക് എന്താണെങ്കിലും ഇടയ്ക്ക് നെഗറ്റീവ് ചിന്താഗതികളൊക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഹാർട്ട് ബീറ്റ് കിട്ടി, ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ട് പോയി. ഒരു 2-3 മാസം വരെ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ എനിക്ക് വലിയ ഛർദിയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ക്ഷീണം ഉണ്ടായിരുന്നു, പക്ഷെ ഛർദിയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴെങ്കിലും ഒരു ഛർദി, അത്ര മാത്രം. അല്ലാതെ എന്ത് കഴിച്ചാലും ഛർദി, അങ്ങനെ ഒരു മണവും പറ്റാതിരിക്കുക അങ്ങനെയുള്ള കുഴപ്പമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. കുറേ പേര് പറയുന്ന കേട്ടു അരി തിളക്കുന്ന മണവും അങ്ങനെയുള്ള ഒന്നും പറ്റാറില്ല. എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഛർദി ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അഡ്മിറ്റ് ആവേണ്ട രീതിയിലുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ 3-ാം മാസം എത്തിയപ്പോഴായിരുന്നു ഷുഗറിൻ്റെ കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞത്. അങ്ങനെ ഷുഗറിൻ്റെ മരുന്നും പിന്നെ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആയി. അങ്ങനെ ഒരു 7-ാം മാസത്തിൻ്റെ അടുത്ത് എത്താനാകുമ്പോൾ തന്നെ ഞാൻ ജോലി മതിയാക്കി. തൽക്കാലത്തേക്ക് ലീവ് എടുത്തു. അതിൻ്റെ ഇടയിൽ ഒരു 5-ാം മാസത്തിൽ നമ്മുടെ അനോമലി സ്കാനൊക്കെ കഴിഞ്ഞ ആ ടൈമിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. നമ്മളെപ്പോഴും ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ എപ്പോഴും രാത്രി എനിക്ക് ഇതുപോലെ വേദന വന്നിട്ട് നമ്മൾ പോയപ്പോൾ രാത്രി ഹോസ്പിറ്റലിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ, ഹോസ്പിറ്റലിൽ സ്കാനിങ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്നായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ സ്കാനിങ് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അവർ നമുക്ക് നേരിട്ട് സ്ക്രീനിൽ കാണിച്ചു തന്നു. ഒരു കുഴപ്പമില്ല, വാവ ഓക്കെ ആണെന്ന് പറഞ്ഞു. പിന്നെ ഏട്ടനെ ഉള്ളിലോട്ട് കയറ്റിയിട്ട് ഹാർട്ട് ബീറ്റ് കേൾപ്പിച്ചു കൊടുത്തു. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഹോസ്പിറ്റലിൽ സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ സ്കാൻ ചെയ്യുക, അവരൊക്കെ ബാക്കി ഡോക്ടർ പറയും, അത്രമാത്രമേ നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവരെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ കുട്ടിയുടെ കൈ ഇതാണ്, മൂക്ക് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോരോ പാർട്സ് ഇങ്ങനെ സെപ്പറേറ്റ് എടുത്ത് കാണിച്ചു തന്നു. ഹസ്ബൻഡിനെ ഉള്ളിൽ കയറ്റിയിട്ട്, അപ്പോൾ ഏട്ടൻ ഗൾഫിലോട്ട് പോകാൻ തുടങ്ങുന്ന ആ ടൈമായിരുന്നു. 7-ാം മാസം, എൻ്റെ 7-ാം മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരുന്നു ഏട്ടൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഹസ്ബൻഡിൻ്റെ ഹാർട്ട് ബീറ്റ് വെപ്പിച്ചു കൊടുത്തു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഡെലിവറിൻ്റെ ടൈമിൽ എന്തായാലും ഏട്ടൻ നാട്ടിലുണ്ടാവില്ല എന്ന് എനിക്കറിയായിരുന്നു. കാരണം 7-ാം മാസം പോയി എന്തായാലും വരാൻ പറ്റില്ലല്ലോ ആ ടൈം ആകുമ്പോൾ. അപ്പം അങ്ങനെ ഹാർട്ട് ബീറ്റ് വെപ്പിച്ചു കൊടുത്തു. ഒരു കുഴപ്പമില്ല. 7-ാം മാസം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മുടെ ഈ ബ്ലഡ് സർക്കുലേഷൻ്റെ പ്രശ്നം ഞാൻ ഡെലിവറി സ്റ്റോറിയിൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ കണ്ടവർക്ക് ബോറടിക്കണ്ട എന്നുള്ളതുകൊണ്ടാണ് വീണ്ടും പറയാതിരുന്നത്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് മാറി നമ്മൾ മെഡിക്കൽ കോളേജിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. പിന്നെയുള്ള ഒരു 3 മാസം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ വാസം തന്നെയായിരുന്നു. അഡ്മിറ്റ് ആവുക, ഷുഗറിൻ്റെ പ്രശ്നം കൊണ്ട്, ഷുഗറിൻ്റെയും പിന്നെ കുഞ്ഞിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ എത്താത്തതുകൊണ്ട് കുട്ടി വെയിറ്റ് കുറവായിരുന്നു, വളർച്ച കുറവാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ അനക്കം നോക്കിക്കൊണ്ട് നിൽക്കേണ്ട ആ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അഡ്മിറ്റ് തന്നെയായിരുന്നു. ഒരു 2 ആഴ്ച അഡ്മിറ്റ് ആവുക, വീട്ടിലോട്ട് വരിക, പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും പോവുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഡെലിവറി വരെയും അഡ്മിറ്റ് ആയിരുന്നു. അങ്ങനെ കുഴപ്പമൊന്നുമില്ലാതെ വിചാരിച്ചത് നോർമൽ ഡെലിവറിയാണ്. അതിനായിട്ട് ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു, ശ്രമിച്ചിരുന്നു. പക്ഷെ കുഴപ്പമില്ല. സി സെക്ഷൻ ആയി, എമർജൻസി ആയിരുന്നു. കുഴപ്പമൊന്നുമില്ലാതെ മോളെ കിട്ടി. ഒരു കുഴപ്പമില്ല. ഹാപ്പി ആയിട്ട് അവളെ കിട്ടി. അവളെ കിട്ടുന്നത് വരെയുള്ള സ്റ്റോറി ഇതാണ്. കിട്ടിയതിന് ശേഷമുള്ള സ്റ്റോറിയാണ് ഇനി പറയാൻ പോകുന്നത്.